നിങ്ങൾ പലതിലും സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്തതിന് കാരണം ഈ ഭയമാണ്. ഈ പകൽ അതിനകത്തുനിന്ന് പുറത്തു വന്നേ പറ്റും. യെസ്, ഇന്ന് പകൽ അതിനകത്തുനിന്ന് വെളിയിൽ വന്നു. എവിടെയാണോ ദൈവം നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ കൊണ്ടുപോയി നിർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ഭയമാണ് നിങ്ങളെ വേട്ടയാടുന്നത്. അതിനകത്തുനിന്ന് ഈ പകൽ ദൈവസഭ വെളിയിൽ വരട്ടെ. മരണത്തെ ജയിച്ചവനായി, പാതാളത്തെ ജയിച്ചവനായി പുറത്തു വന്ന കർത്താവ് ഈ ലോകത്തോട് പറഞ്ഞ 5 പ്രധാനപ്പെട്ട ദൂത് വേഗത്തിൽ ദൈവവചനത്തിൽ കടന്ന് ചില കാര്യങ്ങൾ ശാന്തമായി ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവവചനം നമുക്ക് അനുഗ്രഹമാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും വിടുതലുമൊക്കെ നൽകി തരുന്ന ഒന്നായതുകൊണ്ട് എത്രമാത്രം ദൈവവചനം നാം കേൾക്കുന്നുവോ അത്രയും നാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. ഇന്ന് പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. ഇന്ന് നമ്മൾ അല്പസമയം തിരുവചനം ശുശ്രൂഷിക്കുന്നത് വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് തലമുറകളില്ലാതിരുന്ന സ്തോത്രം ചില വ്യക്തികളെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞുങ്ങൾ ലഭിച്ച 7 വ്യക്തിത്വങ്ങളെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് എടുത്തു പറയുന്നുണ്ട്. തലമുറകളില്ലാതിരുന്ന് ദൈവം പിന്നീട് തലമുറകളെ കൊടുത്ത 7 പ്രധാനപ്പെട്ട വ്യക്തികൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് ഇന്ന് നിങ്ങളുടെ നടുവിൽ സൂക്ഷിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് 7 വ്യക്തികൾക്ക് 7 പ്രാവശ്യമായി തലമുറകളെ ദൈവം ദാനമായി കൊടുക്കുമ്പോൾ 7 മെസ്സേജ് ദൈവം ലോകത്തോട് കൈമാറി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന് അതിനകത്തുനിന്ന് ദൈവം തെളിയിക്കാനിടയായി. ഒന്നും സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. ദൈവം അറിയാതെ എൻ്റെ തലയിൽ നിന്നും ഒരു മുടി പോലും നിലത്ത് വീഴുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ പിന്നിൽ ദൈവിക ഉദ്ദേശം ദൈവം സ്ഥാപിച്ചിരിക്കും. ആമേൻ. അതാണ് ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോടൊരു ദൂതെന്ന് പറഞ്ഞോട്ടെ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, ആമേൻ, മരണത്തെ ജയിച്ചവനായി പാതാളത്തെ ജയിച്ചവനായി പുറത്തു വന്ന കർത്താവ് ഈ ലോകത്തോട് പറഞ്ഞ 5 പ്രധാനപ്പെട്ട ദൂതുകളുണ്ട്. അതൊന്ന് തൊട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തെ അഭിമുഖീകരിച്ച കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്ന് മറിയയോടാണ്. ഉയർത്തെഴുന്നേറ്റ് കല്ലറവാതിക്കൽ വാവിട്ട് കരയുന്ന മറിയയോട് ദൈവം കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? അപ്പൊ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച കർത്താവിന് ആരംഭത്തിൽ നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ കരയുന്നത് എന്താണ്? ആമേൻ. പ്രതിസന്ധിയുടെ നടുവിൽ കരയുന്നത്, ഒരു ഭക്തൻ കരയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രാർത്ഥന മുറിയിൽ നാം കരയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു ഭക്തനും കരയരുത്. വളരെ ശ്രദ്ധിക്കുക. പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഭക്തൻ കരയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ചെങ്കടൽ തീരത്തെത്തുമ്പോൾ മോശ അലമുറയിട്ട് കരഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല. അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്, നീ കരയുന്നത് എന്തിനാണ്? പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ ആ പുസ്തകം തുറപ്പാനോ അത് തുറന്നു വായിക്കാനോ ആരെയും കാണാതെ ഏറ്റവും കരഞ്ഞു. അവിടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ കരയുന്നത്? അപ്പൊ കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഒരു ദൈവഭക്തൻ
പ്രതിസന്ധിയുടെ നടുവിൽ കരയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ പ്രാർത്ഥന മുറിയിൽ നീ കരയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആരംഭത്തിൽ ചോദിച്ച ചോദ്യം, നീ കരയുന്നത് എന്ത്? ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഞാൻ മെസ്സേജ് ആരംഭത്തിൽ പറഞ്ഞതാണെങ്കിലും ഇതിലോട്ട് ചില കാര്യങ്ങൾ എന്നെ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ കരച്ചിൽ ദൈവം മാറ്റാൻ പോകുകയാണ്. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ഇന്നലകളിൽ കരഞ്ഞത്, ആ കണ്ണുനീര് ഇന്ന് പകൽ കർത്താവ് തുടച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കണ്ണുനീര് ദൈവം മാറ്റും. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഉറക്കെ രാമൻ പറഞ്ഞേ. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങൾ കരയുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവ് ആദ്യം വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്താ? അതിന്റെ അർത്ഥം ഇതാണ്, നിന്റെ കരച്ചിൽ ആമൻ തീർക്കുന്ന ഒരു അരുമനാഥൻ മരണത്തെ ജയിച്ച് പുറത്തു വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിനെ അവൻ വിലാപത്വം നൃത്തമാക്കി തീർക്കുന്ന ഒരു നല്ലവനായ കർത്താവ് ഈ പ്രഭാതത്തിൽ അവൻ പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് പുറത്തു വന്നതുകൊണ്ട് ഇന്ന് നീ കരയാനല്ല ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത്. കരച്ചിൽ നിർത്ത. ഇനി ലോകത്തിന് മുമ്പിൽ കരയരുത്, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്, വ്യക്തികളുടെ നടുവിൽ നീ കരയരുത്. ദൈവത്തിന് കരയുന്നത് ഇഷ്ടമല്ല. Praise God. ദൈവം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു? ഉയർത്തെഴുന്നേറ്റ കർത്താവിന് രണ്ടാമത് ചോദിക്കാനുണ്ടായത്, നിങ്ങൾ ആരെ തിരയാനായി ഇന്നിവിടെ വന്നേ? അല്ല, നിങ്ങൾ ആരെയാ തിരയുന്നേ? വെള്ളിയാഴ്ച മരിച്ച് ജീവനറ്റ ശരീരമായി കല്ലറക്കകത്ത് കൊണ്ടുപോയി വെച്ച യേശുവിനെയാണോ നിങ്ങൾ തിരയുന്നത്? അല്ല, ഇന്നലകളിൽ മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുമെന്ന് പറഞ്ഞ യേശുവിനെയാണോ നിങ്ങൾ തിരയുന്നത്? ഈ പകൽ അവൻ നിങ്ങൾ തിരയുന്നത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ നീ ചുമ്മാ പോകത്തില്ല, വന്നതുപോലെ പോകത്തില്ല. ഒരു അത്ഭുതം കണ്ട് പോകൂ, ഒരു വിടുതൽ കണ്ട് പോകൂ, ഒരു അത്ഭുതത്തിന്റെ കര ഈ പകൽ ദൈവം നിന്റെ മേൽ വെക്കുന്നത് നീ അനുഭവിച്ചറിഞ്ഞ് പോകൂ. ഹല്ലേലൂയ. യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? ആമേൻ. അതിന്റെ അർത്ഥം എല്ലാവരും യേശുവിനെ തെരഞ്ഞു വന്നവരല്ല, എല്ലാവരും യേശുവിനെ കാണാൻ വേണ്ടി വന്നവരല്ല, എല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്നത് യേശുവിൽ നിന്ന് എന്തൊക്കെയോ പ്രാപിക്കാൻ വേണ്ടിയാ. എന്നാൽ യേശു നിങ്ങൾ ആരെ തെരഞ്ഞാ വന്നത്? നിങ്ങൾ ആരെയാ നോക്കുന്നത്? നിങ്ങൾക്ക് ആരെയാണ് ആവശ്യമുള്ളത്? നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നത്? യേശുവിനെ അന്വേഷിച്ചാണ് വന്നതെങ്കിൽ ഈ പകൽ ഒരു ദൈവിക വിടുതൽ പ്രാപിച്ച് ഇതിനകത്തുന്ന ദൈവം നിങ്ങളെ വിടുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന, കർത്താവേ ഞാൻ യേശുവിനെ തെരഞ്ഞാ വന്നേ, എനിക്ക് വേണ്ടത് യേശുവിനെയാണ്, എനിക്ക് വേണ്ടത് യേശുവിനെയാണ്. ഞാൻ ഈ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കല്ലറവാതിക്കൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ശരീരം ഈ കല്ലറക്കകത്ത് കയറ്റിവെച്ചപ്പോൾ ഈ മറിയ ഉണ്ടായിരുന്നു. സുഗന്ധവർഗമെല്ലാം ഇട്ട് പൊതിഞ്ഞ് കല്ലറക്കകത്തോട്ട് കയറ്റിവെച്ചപ്പോഴും ഈ മറിയ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവൾ അതിരാവിലെ ഈ സുഗന്ധവർഗം കൊണ്ട് വന്നിരിക്കുക. ഇടാവുന്ന അങ്ങേ അറ്റം ഇട്ടാ വെച്ചിരിക്കുന്നത്. എൻ്റെ കൊച്ചു ഭാവനെ പറഞ്ഞാൽ ചെറുവിരൽ പോലും യേശുവിന് പൂശാൻ ഇനി ഇടവില്ല. എന്നിട്ടും അവൾക്കുണ്ടായതും കൊണ്ട് അവൾ യേശുവിന്റെ അടുത്ത് വന്നിരിക്കുക. ഞാൻ ഇവളോട് ചോദിച്ച ചോദ്യമുണ്ട്, സഹോദരി, നീ ജീവനുള്ള കർത്താവിനെ പൂശാനാണോ വന്നത്, മരിച്ച കർത്താവിനെ പൂശാനാണോ വന്നത്? അവൾ പറയുന്നത്,
മരിച്ച ശവശരീരത്തിൽ പൂശാനാ വന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ വന്നപ്പോൾ യേശുവിനെ കാണാനില്ല. പുറത്തിറങ്ങിയപ്പോൾ തോട്ടക്കാരൻ എന്ന് കരുതി തോട്ടക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ അവന് എനിക്ക് തരണം. ഞാൻ ഒരു സെക്കൻഡ് അവിടെ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് പാപിനിയായ നിന്നെ തൊട്ട് സൗഖ്യമാക്കിയ ആ യേശുവിന്റെ കരം ചലിക്കാത്തതല്ലേ നീ കണ്ടത്? മകളെ എന്ന് വിളിച്ച ആ ശബ്ദം കേൾക്കാതെ കല്ലറയിൽ അടക്കിയ യേശുവിനെ അല്ല നീ കണ്ടത്. അതെ, പിന്നെ എന്തിനാ യേശുവിനെ? നിന്നെ സൗഖ്യമാക്കാൻ കരവില്ല, മകളെ എന്ന് വിളിക്കാൻ തൊണ്ടയില്ല, നിന്നെ കെട്ടിപ്പുണരാൻ കരങ്ങളില്ല. എല്ലാം മരിച്ച് സുഗന്ധവർഗമിട്ട് വെറും ശവശരീരമായി വെച്ചിരിക്കുന്ന യേശുവിനെ നിനക്കെന്തിനാ? അവളും അവനുമായി പറയുന്നൊരു മറുപടി ഉണ്ട്. ഇനി ഈ യേശു എനിക്കൊരത്ഭുതം ചെയ്തില്ലെങ്കിലും എനിക്ക് അവനെ തന്നെ മതി. അവന്റെ കരങ്ങളിൽ നിന്നും ഒരു അത്ഭുതം എനിക്കിനി കിട്ടിയില്ലെങ്കിലും, അവൻ എന്നെ തൊട്ടില്ലെങ്കിലും, അവനൊരു വാക്കെന്നോട് പറഞ്ഞില്ലെങ്കിലും മറ്റൊരുവനെ തേടി ഞാൻ പോകത്തില്ല. എനിക്ക് വേണ്ടത് ആ യേശുവിനെ തന്നെയാണ്. ആ തീരുമാനമുള്ള ദൈവമക്കൾ ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. റഗദലാരപന. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. ഒന്ന് പറയാമോ? സ്വന്തമായി ഒന്നുമില്ലെങ്കിലും, സ്വന്തമായി തരാൻ ഒന്നുമില്ലെങ്കിലും എല്ലാറ്റിനും ഉടയവനായ ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. കണ്ണുനീർ വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. കണ്ണുനീർ വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഒന്ന് പറഞ്ഞേ. കണ്ണുനീർ വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. പറ. കണ്ണുനീർ വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പി
ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. ചേർന്ന് പറ. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ പാട്ടൊന്ന് പാടിക്കേ. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, തുരുത്തി നിറയുമ്പോൾ തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. പറ. നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാൽ, പറ, ആരെല്ലാം നിന്നെ നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. ഒരിക്കൽ കൂടി. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ അത് തുരുത്തിയിലാക്കി വെച്ച് അത് അളന്നെടുത്ത് അതിന് തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് നിങ്ങൾ കാണുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതുമെല്ലാം അതിൻ്റെ അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരുപാട് സ്തോത്രം, എന്നോട് ഒരുപാട് ഇടപെട്ടൊരു പാട്ടാണത്. ഒരുപാട് എന്നെ ടച്ച് ചെയ്തൊരു പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ എന്ന് പറഞ്ഞേ. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിലും ഉടയവൻ. കണ്ണീര് പറ ഒപ്പിയേട് തുരുത്തിനിറയുമ്പോൾ, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു. ഒരു പ്രാവശ്യം കൂടി. കണ്ണീര് ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ 7 വ്യത്യസ്തമായ തരത്തിൽ ദൈവം തലമുറകളില്ലാത്ത വ്യക്തികൾക്ക് തലമുറയെ കൊടുത്തിട്ടുണ്ട്. അത് 7 സബ്ജക്റ്റാണ്. 7 വ്യത്യസ്തമായ പഠനങ്ങൾ അതിനകത്തുണ്ട്. ആരംഭത്തിൽ വേദപുസ്തകത്തെ തലമുറയില്ലാതിരുന്ന തലമുറയെ കൊടുത്തത് അബ്രഹാമിനും സാറായിക്കുമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാമിനും സാറായിക്കും. ദൈവം അബ്രഹാമിനും സാറായിക്കും തലമുറയെ കൊടുക്കുമ്പോൾ ലോകത്തോട് കൈമാറിയ
ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇതാണ്: ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഒരാമേൻ പറയാമോ? തലമുറകളില്ലാതിരുന്ന് തലമുറയെ കൊടുത്ത ഒന്നാമത്തെ വേദപുസ്തകത്തിന്റെ ചരിത്രമാണ് അബ്രഹാമിന്റെ ചരിത്രം. അതിനകത്തൊന്ന് ദൈവം എന്നോടും നിങ്ങളോടും ഒരു മെസ്സേജ് കൈമാറി. ആ മെസ്സേജ് ഇതാണ്: ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ ദൈവം വാക്ക് മാറുകയില്ല. ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്ന് ഈ മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? അതിന് ദൈവം വാക്ക് മാറ്റുകയില്ല. അതിന് ദൈവം ഉറപ്പോടെ നിങ്ങളോട് പറയാണ്: ദൈവം വാക്ക് മാറത്തില്ല. ദൈവം അതിനകത്തുനിന്ന് വാക്ക് മാറാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധ ആത്മാവ് ഈ സഭയോട് വീണ്ടും ആണയിട്ട് ഉറപ്പിച്ചു പറയുന്നു: ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ദൈവം തരിക തന്നെ ചെയ്യും. ദൈവം തരിക തന്നെ ചെയ്യും. നിങ്ങൾ മാറിയാലും ദൈവം മാറത്തില്ല. നിങ്ങൾ അതിനകത്തുനിന്ന് മാറിപ്പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. അത് വിശ്വസിക്കുന്ന എത്ര പേർ ഈ പ്രഭാതത്തിൽ ഇതിനകത്തുണ്ട്? അവർ രണ്ട് കരമടിച്ചു ദൈവത്തെ അല്പസമയം സ്തുതിച്ചുകൊണ്ട് പറ: എന്നോട്, എന്റെ കുടുംബത്തോട്, എന്റെ സഭയോട്, എന്റെ തലമുറയോട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ച ഒരു വാഗ്ദത്തം പോലെ അത് മാറിപ്പോകത്തില്ല. എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വാക്ക് മാറില്ല. നിങ്ങൾ മാറിയാലും ദൈവം വാക്ക് മാറ്റത്തില്ല. കർത്താവ് പറഞ്ഞു: എന്തുകൊണ്ട് ഞാൻ അബ്രഹാമിന് തലമുറ കൊടുക്കാൻ വൈകി? ലോകം തിരിച്ചറിയണം, ദൈവഭക്തനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് മാറുകയില്ലെന്ന് ലോകം തിരിച്ചറിയണം. ഞാൻ ഒരുപാട് പേരോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ദൂരിലോട്ട് പോയാൽ എനിക്ക് മെസ്സേജ് തീർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ദൂരിൽ നിൽക്കുക. എബ്രായ ലേഖനം എല്ലാവരും എടുത്തേ, 6-ാം അധ്യായം എന്നെടുത്തേ. 6-ാമത്തെ അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ, തന്നെ കൊണ്ട് വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാതിരുന്നിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവം പറയാണ്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ? എന്നാ ഇന്നൊന്ന് കേട്ടോ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു. ഒന്ന് വന്നേ വിമിനെ. ഞാനും ഈ ദൈവദാസനും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഉടമ്പടിക്ക് ഞങ്ങളുടെ രണ്ടുപേരെക്കാൾ ഉന്നതനായ ഒരു മനുഷ്യൻ വേണം. ഞങ്ങളുടെ രണ്ടുപേരുടെ ആസ്തിയേക്കാൾ 10 മടങ്ങ് ആസ്തിയുള്ള ഒരു മനുഷ്യൻ, ഞങ്ങളുടെ കഴിവിനേക്കാൾ 10,000 മടങ്ങ് കഴിവുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനായിരിക്കണം ഞങ്ങളുടെ ഉടമ്പടിയിൽ സാക്ഷി നിൽക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആ ഉടമ്പടിയിൽ നിന്നും മാറിയാൽ, ഞങ്ങൾ ഉടമ്പടി ചെയ്ത എത്ര തുകയാണോ, ഏത് വിഷയമാണോ, അത് എത്ര വിലപിടിപ്പുണ്ടെങ്കിലും സാക്ഷി നിൽക്കുന്ന മനുഷ്യൻ കൊടുത്തു തീർക്കണം. അബ്രഹാമേ, ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യാൻ പോകുക. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയിൽ സാക്ഷി നിൽക്കാൻ ഒരാൾ വേണം. ദൈവം ചുറ്റും നോക്കി, ആരുണ്ട്? ഞാനും എന്റെ സ്നേഹിതനായ അബ്രഹാമും തമ്മിൽ ഉടമ്പടിയിൽ സാക്ഷി നിൽക്കാൻ ആരെയും കണ്ടില്ല. കാരണം ഇവരെക്കാൾ വലുതായി ദൈവം ആരെയും കണ്ടില്ല. ശ്രദ്ധിച്ചേ. എന്നിട്ട് ദൈവം തന്നെ ഇവിടെ നടുവിലോട്ട് കയറി എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, എന്നേക്കാൾ വലിയവനായി ഒരുവൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ സാക്ഷിയാണ്.
നിന്റെ ഉടമ്പടിക്ക് ഞാൻ ആ സാക്ഷി, നിന്നോട് അരുളപ്പാട് പറഞ്ഞ വാഗ്ദത്തത്തിന് ഞാൻ ആ സാക്ഷി. ആമേൻ. ഈ വാഗ്ദത്തം മാറുകയില്ല, ഈ ദൂത് മാറുകയില്ല, ഈ അരുളപ്പാട് മാറുകയില്ല, ഈ ആഴം മാറുകയില്ല. കാരണം എനിക്ക് മാറ്റമില്ലാത്തത് കൊണ്ട്, എനിക്ക് മരണമില്ലാത്തത് കൊണ്ട്, ഈ ഉടമ്പടി കരാറിൽ നിന്ന് അബ്രഹാമേ നീ മാറിയാലേ ഞാൻ മാറത്തില്ല. ഈ ദൂതൻ നിങ്ങളുടെ അകത്തോട്ട് കയറും. അബ്രഹാമേ ശ്രദ്ധിച്ചേ, നിന്റെ മൂക്കിൽ ശ്വാസമേ ഉള്ളൂ, ഈ ശ്വാസം പോകും. പക്ഷെ നീ എന്നെ നോക്ക്, എന്റെ ശ്വാസം പോകത്തില്ല. അബ്രഹാമേ ഇന്നല്ലെങ്കിൽ നാളെ നീ വൃദ്ധനാകും, എന്നാൽ എന്നെ നോക്ക്, എനിക്ക് വാർദ്ധക്യമില്ല. അബ്രഹാമേ നിന്റെ ജീവിതത്തിൽ ബലഹീനത ഉണ്ട്, പക്ഷെ എന്നിൽ ബലഹീനതയില്ല. ഞാനാം നിന്നോട് ഉടമ്പടി ചെയ്യുന്നത് നിനക്ക് വാഗ്ദത്തം തരും. ഞാനാ ഉടമ്പടി ചെയ്യുന്നത് ഞാൻ നിനക്ക് തരുമെന്ന്. ഞാനാ വാഗ്ദത്തം ചെയ്യുന്നത്, നിന്നോട് പറഞ്ഞത്, നിന്നോട് അരുളപ്പാട് അറിയിച്ചത്, നിന്നോട് ദൂത് പറഞ്ഞത്, നിന്നോട് തരാമെന്ന് പറഞ്ഞത്. ഓ സകല റകന രകല റകിനി റിബി സതല റബനറ രകല റകന റബബ ഉഡജല റകല റബന റസികലറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം 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 ജയം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ, എല്ലാവരും വായിച്ചേ, തന്നേക്കാൾ വലിയവനെ കൊണ്ട്, തന്നെക്കൊണ്ട് വലിയവനെ കൊണ്ട് ആ സത്യം ചെയ്യുവാനില്ല, സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ. അയ്യോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി ഈ ദൂത്? ദൈവത്തെക്കാൾ വലിയവനായി ആരുമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ അങ്ങ് നിന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചേ, ദൈവം തന്നെ സാക്ഷി നിന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ഒന്ന് ശ്രദ്ധിച്ചോ, ഞാൻ മാറില്ല. കാരണം എനിക്ക് രണ്ടു വാക്കില്ല, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. നീ മാറിയാൽ, ശ്രദ്ധിക്കണേ, നീ മാറിയാൽ നാട്ടുകാര് പറയും ദൈവം അവിശ്വസ്തനാ. എന്നാൽ അടുത്ത കേക്ക്, അബ്രഹാമേ ഈ വാഗ്ദത്തം ഞാൻ നിന്നോട് പറഞ്ഞത് സ്വീകരിക്കാൻ, ആ വാഗ്ദത്തത്തിന്റെ കാലാവധിയിൽ നീ യോഗ്യനല്ലെന്ന് വന്നാൽ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റും. എന്നിട്ട് നിന്റെ തലമുറയിലൂടെ ആ വാഗ്ദത്തം ഞാൻ നിക്ഷേപിക്കാം. നിന്റെ തലമുറയിലൂടെ ആ വാഗ്ദത്തം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. നിന്റെ കുഞ്ഞുങ്ങളിലൂടെ ആ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കാം. നിന്നോട് അറിയിച്ച ദൂത് നീ മാറിപ്പോയാൽ വാഗ്ദത്തം മാറുകയില്ല, ദൂത് മാറുകയില്ല. അത് നിന്നിലൂടെ നടക്കാത്തത് നിന്റെ തലമുറയിലൂടെ എന്റെ ദൈവം ചെയ്യാം. ഹോ ശബന സന്തോധല രകന സന്തോലോകന റിബൽ പൗഡോ രകനറ റംസികല രകനറ ഉഡജന രകലറന രകന സികുലു രകല. ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ഈ ദൂതൻ നിങ്ങളുടെ അകത്ത് ഈ പകൽ ഡിപ്പോസിറ്റ് ആയി വീഴട്ടെ. സഹോദര, വളരെ ഗൗരവത്തോടെ ദൂത പറയുക, നീ കേട്ട വാഗ്ദത്തം നീ ഉഴപ്പ് കാണിച്ച് മാറിപ്പോയാൽ നടക്കില്ല എന്ന് വിചാരിക്കണ്ട. നിന്നെ തട്ടി മാറ്റിയിട്ട് നിന്റെ തലമുറയിലൂടെ ദൈവം ചെയ്യും. പക്ഷേ ഈ പകൽ പ്രാർത്ഥിക്കില്ല, കർത്താവേ ആ വാഗ്ദത്തം എന്നിൽ നടക്കട്ടെ, ആ വാഗ്ദത്തം എന്നിൽ സംഭവിക്കട്ടെ, ആ വാഗ്ദത്തം എന്റെ കാലഘട്ടത്തിൽ സംഭവിക്കട്ടെ. ദൈവം, നിങ്ങൾ ആരും അശ്രദ്ധയായിരിക്കാതെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ദൈവം പറയുകയാണ്,
ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന സ്ഥലത്തോട്ട് എന്ത് ചെയ്യും? എല്ലാവരും പറ, എന്ത് ചെയ്യും? കൊണ്ടുപോകും. പാലും തേനും ഒഴുകുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകും. മിസ്രയീമിൽ വന്ന് മോശയിലൂടെ ഈ ജനത്തെ കൊണ്ട് വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. സഹോദരങ്ങളെ, പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ. പക്ഷേ നിങ്ങളെ ഞാൻ കനാനിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ഒരെണ്ണം കനാനിൽ കയറിയില്ല. കയറിയോ? കാലേബും ജോഷുവയും എന്റെ വാക്യം പറഞ്ഞ കുറച്ച് മുലകൂടി മാറിയ കൊച്ചു പിള്ളേര് മാത്രമേ കനാനി കാലുകുട്ടിയുള്ളൂ. ഇത്തിരി പോന്ന കൊച്ചു പിള്ളേര് മാത്രമേ കനാനി കാലുകുത്തിയുള്ളൂ. നിങ്ങളെ ഞാൻ കനാനിൽ കൊണ്ടുചെല്ലും, പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് എത്തിക്കുമെന്ന് ദൂത് കേട്ട ഒരെണ്ണത്തില്ല. ദൈവം വാക്ക് മാറിയോ? വാക്തത്വം മാറ്റിയോ? ഇല്ല. അവനൊക്കെ മരുഭൂമിയിലൊത്ത് തള്ളിയിട്ടിട്ട് അവന്മാരുടെ അവൻ ശരീരത്തൊന്ന് അവരുടെ രക്തത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയെ ദൈവം കൊണ്ടുവന്നു. ശ്രദ്ധിച്ചേ, ഈ ദൂത് ഗൗരവത്തോടെ ഏറ്റെടുക്കണം. ഇവിടെ ഇരുന്ന് കേൾക്കുന്ന വാക്തത്വം മുഴുവൻ നിങ്ങൾക്കുള്ളതാ. പക്ഷെ നീ അവിശ്വസിച്ചാൽ നിന്നെ മാറ്റിയിട്ട് നിന്റെ തലമുറയിലൂടെ ആ വാക്തത്വം ദൈവം ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾ പറയണം, ഇല്ല, എന്റെ ജീവിതത്തിൽ ആ വാക്തത്വം സംഭവിക്കണം. എന്റെ കാലഘട്ടത്തിൽ ആ വാക്തത്വം സംഭവിക്കണം. എന്റെ ഈ ജീവിത കാലത്തിൽ തന്നെ ഈ വാക്തത്വ സമയം ദൈവം ചെയ്യണം. ഞാൻ ഇന്ന്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ രണ്ടുപേരും കർത്താവിന്റെ കൃപയിൽ എന്നോട് ഒരുമിച്ച് നിൽക്കുക. മോൻ ബികോമിന്, മൂത്താള് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾ 10ലാണ്. ഈ വെക്കേഷനൊക്കെ അവിടെ കൂട്ടുകാരൊക്കെ പലയിടത്ത് അടിച്ചു പൊളിക്കുക. പക്ഷെ ഒരു ദിവസം പോലും അവരെ ഞങ്ങളെ വിട്ട് പോയിട്ടില്ല. ഞാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങിലും അവരുണ്ട്. എന്റെ ചർച്ചിൽ പ്രസംഗിക്കുന്ന എല്ലാ മീറ്റിങ്ങിലും എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്നും അവരെൻ്റെ കൂടെ ഉണ്ട്. അവരനുഗ്രഹിക്കപ്പെടുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് വാക്തത്വം ചെയ്തത് എൻ്റെ കാലഘട്ടത്തിൽ തന്നെ ദൈവം അത് ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കരം അടിച്ച് ആരാധിച്ചിട്ട് പറ, എന്നോട് ദൈവം പറഞ്ഞത്, എന്റെ കുടുംബത്തോട് പറഞ്ഞത്, ഇല്ല, എന്റെ ശുശ്രൂഷയോട് പറഞ്ഞത്, ഈ സഭയോട് പറഞ്ഞത്, എന്റെ കാലഘട്ടത്തിൽ തന്നെ എന്റെ ദൈവം എന്നിലൂടെ ചെയ്യണം എന്നുറപ്പുള്ള ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് ഒരു പ്രവചനം ഞാൻ നിങ്ങളോട് പറയാ, ഒരു പ്രവചന ദൂത് പറയാ. സ്തോത്രം. ഒരുപാട് ദൈവമക്കൾ ഒത്തിരി വാക്തത്വം കേട്ടിട്ട് അതിൻ്റെ പൂർത്തീകരണം കാണാതെ ആയുസ്സിൻ്റെ നടുവിൽ നിന്ന് പലരെയും പിശാച് എടുത്തു കളഞ്ഞു. പക്ഷെ ഇന്ന് നിങ്ങൾ റെഡിയാണോ? ആയുസ്സിൻ്റെ നടുവിൽ നിന്ന് ഇതിനകത്തുനിന്ന് ഒരെണ്ണത്തെ എടുത്തു കളയാൻ എന്റെ ദൈവം അനുവദിക്കാതെ വന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് ചെയ്തിരിക്കും. ദൈവം അത് ചെയ്തിരിക്കും. നിങ്ങളോട് വാക്തത്വം ചെയ്തത് നിങ്ങൾ കാണണം. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ, എൻ്റെ അപ്പനോട് ഒരുപാട് വാക്തത്വം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അതിൻ്റെ പകുതി വെച്ച് എൻ്റെ പപ്പ പോയി. എന്താ പാസ്റ്റർ പപ്പ അങ്ങനെ പോയേ? എനിക്ക് മറുപടിയില്ല. എനിക്ക് അവനോട് പറയാൻ മറുപടിയില്ല. ഇന്ന് പകൽ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇല്ല, നീ അത് കാണും. നീ അത് കാണും, നീ അത് കാണും, നീ അത് കാണും, നീ അത് കാണും, നീ അത് കാണും. നിങ്ങൾ കാണും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിന്നോട് അറിയിച്ചത്, നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്നോട് തരാമെന്ന് പറഞ്ഞത്, ദൈവം പ്രോമിസ് ചെയ്തത്, നിന്റെ കണ്ണുകൊണ്ട് ദൈവം നിന്നെ കാണിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നിന്റെ അകത്ത് കിടക്കുന്ന സകല ഭയവും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. ആമേൻ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാവിൽ പറയുകയാണ്, നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതിന്റെ ഇടയിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത്. സ്തോത്രം പറയാൻ പറ്റുമോ? ഞാന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, ഭയത്തെ കീഴ്പ്പെടുത്തി ആമൻ ദൈവമക്കൾ ആമൻ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ഇന്ന് പകൽ പഠിക്കണം. നിങ്ങൾക്കെതിരെ വരുന്ന ഭയത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തണം. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഭയത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തണം. എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയും? ഒന്ന് രണ്ട് കാര്യം പറയാം. നിങ്ങൾക്കെതിരെ വരുന്ന ഭയത്തെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ വാ തുറന്നാൽ മതി. ദൈവത്തോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭയത്തെ നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഓടിക്കാം. ഈ പകൽ വിളിച്ചു പറ, ഇല്ല, ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് വന്ന് ഭവിക്കത്തില്ല. ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് വരത്തില്ല. ഞാൻ ഭയപ്പെടുന്നത് എന്റെ കുടുംബത്തിനകത്ത് വരത്തില്ല. ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് സംഭവിക്കത്തില്ല. എനിക്ക് ഭയപ്പെടുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അധരം തുറന്ന് പറയാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കുകയും ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ട് മാറുകയും ചെയ്യും. ഭയം വിട്ട് മാറട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുക, ഭയത്തെ കീഴ്പ്പെടുത്തുക. ഭയത്തെ എന്ത് ചെയ്യുക? ഭയത്തെ കീഴ്പ്പെടുത്തുക. ഹല്ലേലൂയ. ചർച്ചിനകത്ത് നല്ല ചങ്ക് പൊട്ടുന്ന അന്യഭാഷയാ. ആരാധിക്കുമ്പോ തീപ്പൊരി ആരാധനയാ. പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവോട് പറഞ്ഞു, 99% പെന്തക്കോസ്തുകാരും പേടിച്ചിരിക്കുക. ക്ഷമിക്കണം. നിസ്സാര വിഷയത്തിൽ ഭയമാ. എവിടെയെങ്കിലും ഒരു നുണൽ വന്നാൽ മതി, പേടിയാ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാൽ മതി, പേടിയാ. എപ്പോൾ മരിക്കുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുക. എനിക്കത് എപ്പോൾ വരുമെന്ന് കരുതി ഭയപ്പെട്ടിരിക്കുക. പക്ഷെ പാട്ട് കേട്ടാൽ, റിതം പേട് അടി തുടങ്ങിയാൽ, ആമേൻ, അന്യഭാഷ കേട്ടാൽ 100 ഡിഗ്രിയാ. പക്ഷെ ആത്മാവ് പറയുന്നു, ഭയം നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുക. അതിന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടിക്കണം. ആമേൻ. ശ്രദ്ധിച്ചേ, ഒന്നുകൂടി പറയാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും? അല്ല, എനിക്കെന്ത് സംഭവിക്കും? അല്ല, എന്റെ ഭവനത്തിന് എന്താകും? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? വർഷങ്ങൾക്ക് മുമ്പ്, ഷാജൻ അറിയുമെന്ന് എനിക്കറിയില്ല, ഒരു ടീച്ചർക്ക് 95 ഒരു ടീച്ചറിന്റെ ശരീരത്തുനിന്ന് ഞാൻ ഭൂതത്തെ പുറത്താക്കിയ 21 ഭൂതം അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഓരോന്ന് പോകുമ്പോൾ അടുത്തത് ഇങ്ങനെ ഇളകി വരിക. അവസാനം ഞാൻ ചോദിച്ചു, നീ ആരാ? നീ എന്തിനാ ഇവളെ മേത്ത് കയറിയത്? അപ്പൊ എന്നോട് ഈ പിശാച് പറയുക, ഇവൾ ആരാ? ഞാൻ ഇതൊരു ദൈവ പൈതല ആണല്ലോ, പിന്നെ എന്തിനാ ഇവള് ഭയപ്പെട്ടെ? ഞാൻ പിശാച് എന്നോട് ഫുൾ ഹിസ്റ്ററി പറയുക. ഇവളുടെ വീടിന് തൊട്ട് ബാക്കിൽ ഒരു കനാലുണ്ട്, നീ കണ്ടിട്ടുണ്ടോ? എന്നോട് ഞാൻ ഇല്ല. ഉണ്ട്. അവിടെയാ ഇവള് തുണി അലക്കാൻ പോകുന്നേ. ഇവള് തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരക്കൊമ്പ് ഭയങ്കരമായി ആടിയപ്പോൾ ഇവള് ഭയപ്പെട്ട് ആ തുണിയെല്ലാം ഇട്ട് വെള്ളത്തിലേക്ക് ചാടി. ആ സമയത്ത് ഞാൻ ഇവളിൽ പ്രവേശിച്ചു. എന്റെ ആദ്യത്തെ അറിവാ. എന്റെ പിശാച് എന്നോട് ചോദിക്കുക,
ഇവൾ ദൈവ പൈതൽ എന്ന് പറയുകയും ഇവൾ ഭയപ്പെടുകയും ചെയ്തത് എന്തിനോ? ഭയപ്പെട്ടാൽ ഞാൻ കീറും. ഭയത്തിന്റെ ആരംഭം ഏദം പൂങ്കാവനത്തിലാ. ഭയം ആരംഭിച്ചത് പാപം ചെയ്തപ്പോഴാ. ഭയപ്പെട്ട് ഒളിച്ചത് പാപം ചെയ്തത് കൊണ്ടാ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ടൊളിച്ച ആദാമേ, നിനക്കെങ്ങനെ മനസ്സിലായി ഭയം വന്നെന്ന്? ദൈവത്തിന് അകന്നു പോയപ്പോൾ അകത്തളത്തിൽ ആരും പറയാതൊരു ഭയം വന്ന്. എന്നാ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവന് ഭയമില്ല, ദൈവത്തോട് കൂടി നടക്കുന്നവന് ഭയമില്ല. ദൈവത്തെ വിട്ട് മാറിയാൽ ഭയമുണ്ട്, ദൈവത്തോട് അകന്നു പോയ ഭയമുണ്ട്. ഈ പകൽ വേളയിൽ കരമടിച്ച് ആരാധിച്ചു, അന്യഭാഷയിൽ ആരാധിച്ചു പറ, ഇല്ല, എന്റെ ശരീരത്തോ എന്നെയോ ഒരു ഭയത്തിന്റെ ആത്മാവിനോ കയറാൻ കഴിയത്തില്ല. ഞാൻ സ്തോത്രം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരന് സ്തോത്രം ചിക്കൻ ബോക്സ് പിടിച്ചു. ചിക്കൻ ബോക്സ് പിടിച്ച് വീട്ടിൽ കിടക്കുക. നമുക്ക് ഇതൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ്റെ അപ്പച്ചൻ അവിടെ നിൽക്കുക. എവിടെ ചോദിച്ചു, എവിടെയാ പോകുന്നേ? ഞാൻ ജോളിയെ കാണാൻ വേണ്ടി പോകുക. എന്നോട് ഉടനെ ഈ അപ്പച്ചൻ ചോദിക്കും, രക്ഷിക്കപ്പെടാത്ത കത്തോലിക്കനാ, പേടിയുണ്ടോ? ഞാൻ എന്ത് പേടിയുണ്ടോ എന്ന്. അല്ല, ഈ ചിക്കൻ ബോക്സിന് പേടിയുണ്ടോ? ഞാൻ എനിക്ക് പേടിയില്ല. ഞാൻ ചെന്ന് അങ്ങനെ ചോദിച്ചേ, പേടിയുണ്ടെങ്കിൽ അകത്ത് കയറും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ എന്നോട് പറയുക, പേടിയുണ്ടെങ്കിൽ അത് കയറും. ഞാൻ ചെന്നാ കയറും, അല്ല ചിക്കൻ ബോക്സ് കയറും. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊന്നും പേടിയില്ലെന്ന് പറഞ്ഞു. അന്ന് ദൈവവും ഇല്ല, പിശാചും ഇല്ല നടക്കുക. അകത്ത് കയറി കണ്ടിട്ട് വീട്ടിൽ പോന്നു. പക്ഷെ പിന്നെ ഇത് എനിക്ക് മനസ്സിലായി, ശരിയാ, പേടിയുണ്ടെങ്കിൽ കയറുമല്ലേ. ഇപ്പൊ ഭയപ്പെട്ടാ കയറും. ഒരു ദൈവ പൈതൽ ഭയപ്പെട്ടാൽ രോഗം കയറും. ഒരു ദൈവ പൈതൽ ഭയപ്പെട്ടാൽ ക്യാൻസർ കയറും. ഒരു ദൈവ പൈതൽ ഭയപ്പെട്ടാൽ ദുർഭൂതം കയറും. കാരണം നിനക്ക് ഭയപ്പെടാൻ തിരുവചനം പറയുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ആ കയറിയ ഭയത്തെ യേശുവിന്റെ നാമത്തില് ഈ പകൽ ദുരാത്മ മണ്ഡലങ്ങളെ വെളിയിലേക്ക് കളഞ്ഞിട്ട് പറ, ആമൻ. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്തോ 10,000 പേർ വീണാലോ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലോ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഒന്നിനെ ഭയപ്പെടരുത്. ആമേൻ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുകയില്ല. പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലരെ ആത്മാവിൽ ദർശിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നതിനകത്തൊന്ന് ദൈവം നിങ്ങൾ റിലീസ് തരാൻ പോകുക. അതിനകത്ത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭയപ്പെട്ടത്, ആ ഭയം നിങ്ങളെ ഇന്ന് പകൽ മാറ്റി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വെളിയിൽ കൊണ്ടുവരും. ആ ഭയം നിങ്ങളെ വേട്ടയാടരുത്, ആ ഭയം നിങ്ങളെ പിടിച്ചു വെക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ ആത്മാവിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ഞാൻ പോകുമ്പോൾ വീണ്ടും എന്നോട് പറയുന്നു, അവൻ ചിലർക്ക് ഭയമാണ് ശരീരത്തിന്റെ ഷിവറിങ്. ആമേൻ. ആവശ്യമില്ലാതെ ശരീരത്തിലുണ്ടാകുന്ന ഷിവറിങ് ആവശ്യമില്ലാത്ത ഭയമാണ്. ആമൻ. ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരത്തിൽ കാണുന്നില്ല, അരുതാത്ത ഭയമാണ്. തലക്കറക്കം പോലെയുള്ള പ്രത്യേകമായ അസുഖങ്ങൾ നിന്ന് വേട്ടയാടുന്ന ഭയമാണ്. അതിനകത്തൊന്നും നാളെയല്ല, ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ നടുവിൽ വെച്ച് തന്നെ ഒരു വലിയ ഡെലിവറൻസ് എന്റെ ദൈവം നിനക്ക് നൽകി തരും. എന്തിനെയൊക്കെ ഭയപ്പെടുന്നു, ഏതിനെയൊക്കെ ഭയപ്പെടുന്നു, എന്തിനെയാ ഭയപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെങ്കിൽ യേശുവിന്റെ സ്നേഹം നിന്റെ അകത്ത് വരുമ്പോൾ, യേശുവിന്റെ സ്നേഹം നിന്റെ അകത്ത് വീഴുമ്പോൾ നിനക്ക് ഭയപ്പെടാനില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒന്നിനും ഭയപ്പെടരുത്. ആമേൻ. 9 പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റിന് ചെല്ലും, വണ്ടി കയറും, ഫെയിലാകും,
വീട്ടിൽ പോരും. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകും, ഫെയിലാകും, വീട്ടിൽ പോരും. 9ാമത്തെ പ്രാവശ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, നിർത്തി, ഇനി ആയുസ്സിൽ വണ്ടി ഓടിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. എന്നാ പറ്റി? മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി. പിശാച് യേശുവിന്റെ നാമത്തിൽ 10ാമത്തെ പ്രാവശ്യം കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ പലതിലും സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്തതിന് കാരണം ഈ ഭയമാണ്. ഈ പകൽ അതിനകത്തുനിന്ന് പുറത്തു വന്നേ പറ്റൂ. യെസ്, ഇന്ന് പകൽ അതിനകത്തുനിന്ന് വെളിയിൽ വന്നു. എവിടെയാണോ ദൈവം നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെ കൊണ്ടുപോയി നിർത്താൻ എന്റെ ദൈവം ശക്തനാണ്. എന്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ഭയമാണ് നിങ്ങളെ വേട്ടയാടുന്നത്. അതിനകത്തുനിന്ന് ഈ പകൽ ദൈവസഭ വെളിയിൽ വരട്ടെ. എന്നാ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ല, എന്നിട്ട് തന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്തു. അടുത്ത വാക്യം കൂടി കിട്ടി. അടുത്ത വാക്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അരുൾ ചെയ്തു. അടുത്തത്, അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ദൈവം മാറത്തില്ല, നിങ്ങളും വാക്ക് മാറും.